എന്താ പേര്? പേര് സാങ്കുട്ടി. ഓക്കെ, സംസാരിച്ചോളൂ. എൻ്റെ ഒരവസ്ഥ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്കൊരു കുടുംബമുണ്ട്. എനിക്ക് 42 വയസ്സുണ്ട്. പെട്ടെന്ന് ഒരു രോഗബാധിതനായി തീർന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ഭാര്യയെയും മുന്നോട്ടുള്ള തുടർ ചികിത്സ ഞങ്ങൾ എങ്ങനെ പോകണമെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. എങ്കിലും നിങ്ങളുടെയൊക്കെ മുന്നേ ഞങ്ങൾ കൈനീട്ടി യാചിക്കുകയാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. നിങ്ങളുടെയൊക്കെ മുന്നിൽ കൈനീട്ടി നിങ്ങൾ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ നൽകി ഞങ്ങളുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയി ഇനി ഒരുപാട് തുടർ ചികിത്സകളിൽ ഞങ്ങൾക്ക് മുന്നോട്ട്. ചികിത്സിക്കുന്നത് ഞങ്ങൾ RCC കോട്ടയം മെഡിക്കൽ കോളേജിൽ എനിക്കിങ്ങനെ ഒരു രോഗം കണ്ടുപിടിക്കപ്പെടുവാനാണ്. തിരുവനന്തപുരം RCCയിലാണ് ഇപ്പോൾ താമസിക്കുന്ന. റൂം എടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ RCCയുടെ അടുത്ത് 400 രൂപയ്ക്കൊരു റൂം എടുത്ത് അത് താമസിച്ചുകൊണ്ടാണ് ആശുപത്രി കടന്നു വെക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. എങ്കിലും സാമ്പത്തികമായി ഞങ്ങളുടെ കയ്യിൽ ഒരു വശങ്ങൾ പോലും ഇതുവരെ ഇല്ല. എങ്ങനെയുള്ള സാമ്പത്തികം വെച്ച് ഞങ്ങൾ ഇതുവരെ ഇവിടെ താമസിച്ചു. ഈ മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. മക്കളൊരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എറണാകുളമെന്ന് പറയും. വൈഫിൻ്റെ പേര് ജീന. ഞങ്ങൾ 3 പേരാണ്. ഞങ്ങളെ നിങ്ങൾ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിക്കുന്നു. ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? ആരുടെ പേരില്ല? എൻ്റെ പേരിലാണ്. SBIയിൽ. ഓക്കെ. പേരെങ്ങനെയാ? ജീന. ജീന ജീന PA. PA എന്ന് പറഞ്ഞ പത്താഴപ്പാറ അച്ഛൻ കുഞ്ഞ്. ഓക്കെ. ഇനിയുള്ള ചികിത്സാ കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ എന്താ പറഞ്ഞേക്കുന്നത്? ഡോക്ടർ കീമോ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഓക്കെ. നിങ്ങളുടെ കയ്യിലിപ്പം എത്ര രൂപയുണ്ട്? ഇപ്പം ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഒരു പൈസ പോലും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ നാട്ടുകാരൊക്കെ തന്നാണ് ഇത്രയും ചികിത്സ നടത്തിയത്. നിങ്ങളവിടെ ഓക്കെ. ഇദ്ദേഹത്തിന് എന്തായിരുന്നു ജോലി? കൂലിപ്പണിയായിരുന്നു. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രിയ സഹോദരന് വേണ്ടി, പേരെങ്ങനെയാ? സാങ്കുട്ടി. പ്രിയ സാങ്കുട്ടി ബ്രദറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഒരു വലിയ പ്രായമൊന്നുമില്ല, 42 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. വളരെ ആസത്തിന് അനുഭവത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നമുക്കറിയാം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് മാതാപിതാക്കളെ കാത്തിരിക്കുന്നു. ഒരു വലിയ പ്രതീക്ഷയാണ്. ഡോക്ടർ എന്താ പറഞ്ഞേക്കുന്നത്? പുറത്തോട്ടാണ് ഇത് കാണപ്പെട്ടേക്കുന്നത് കൊണ്ട് ശ്വാസതടസ്സവും അങ്ങനെയൊക്കെ ഉണ്ടാകാമെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം കീമോ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഓക്കെ. പ്രിയമുള്ളവരെ നമുക്ക് സഹായിക്കാം. ദൈവം ധാരാളമായ നിലയിൽ ഈ പ്രിയമുള്ളവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കഴിയുന്ന സാമ്പത്തിക സഹായം ഈ പ്രിയമുള്ളവർക്ക് അയച്ചു കൊടുക്കണമേ. ഇവർക്ക് വേണ്ടി നമ്മുടെ കരങ്ങളൊന്ന് തുറക്കണം. കാരണം പൈസകളൊന്നുമില്ലാതെ ഇങ്ങനെയുള്ളതായ അസുഖങ്ങൾ വന്ന് ആശുപത്രി കിടക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ വരുമ്പോൾ ചികിത്സിക്കാൻ പൈസ വേണം, മുന്നോട്ട് പോകണം, ഭക്ഷണം കഴിക്കണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, അപ്പം തന്നെയുള്ള മാനസിക ടെൻഷൻ, ഇതിൻ്റെ എല്ലാം കൊണ്ട് നടുവിലാണ് ഇപ്പോൾ ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. നമുക്കെന്തെങ്കിലും ഇവർക്ക് വേണ്ടി ചെയ്യാൻ നമ്മുടെ കരങ്ങളെ കർത്താവ് ശക്തീകരിക്കട്ടെ. അധികം പ്രായമൊന്നുമില്ലല്ലോ, 42 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇതെങ്ങനെയാണ് ഈ അസുഖം വന്നത്? ആരംഭം എങ്ങനെയായിരുന്നു? പല്ലുവേദനയായിരുന്നു. പല്ലുവേദനയായിരുന്നു.
എന്നിട്ട് മോണയിലൊരു ചെറിയ തടിപ്പ് പോലെ വന്ന് അത് ബയോപ്സിക്ക് അയച്ചു. അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഓക്കെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടോ? ഇല്ല. നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ട് ഇതിനു വേണ്ടി എടുത്ത അക്കൗണ്ടാണല്ലേ? അതെ. അപ്പോൾ എത്ര ദിവസമായി? അപ്പം ഞാനും ATM കാർഡ് കിട്ടിയോ? ഇല്ല. ATM കാർഡ് കിട്ടിയെങ്കിൽ മാത്രമേ അക്കൗണ്ട് പിന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് തോന്നുന്നു, ഗൂഗിൾ പേ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടി കേട്ടോ സഹോദര, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കുക. തീർച്ചയായിട്ടും. എന്തെങ്കിലും ഒടുവിലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളെ സഹായിക്കണം, കൈയിടരുത്, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെ ഞങ്ങളെ എന്ന് ഓർക്കണം. അതിവേദനയായി ഞാൻ അരകെട്ടിരിക്കുക. നിങ്ങളുടെ വേദനയൊന്ന് കണ്ട് എന്നെ സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. ആമേൻ.